സിറാജ് ലൈവിലേക്ക് സ്വാഗതം. ലോകം ഉറ്റുനോക്കുന്ന ഒരു നിർണായക സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ കടന്നുപോകുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പഹൽഗാമിൽ ഒരു മലയാളി ഉൾപ്പെടെ 26 പേരുടെ ജീവനുകൾ കവർന്ന ഭീകരാക്രമണം രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. തീവ്രവാദത്തിന്റെ പേരിൽ നിരപരാധികളായ മനുഷ്യരുടെ രക്തക്കളം ഒരിക്കൽ കൂടി നമ്മുടെ മണ്ണിൽ വീണിരിക്കുന്നു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണം. ഈ സാഹചര്യത്തെ ശക്തിയുക്തം നേരിടാനാണ് ഇന്ത്യയുടെ തീരുമാനം. അയൽരാജ്യമായ പാകിസ്ഥാനുമായുള്ള ദശാബ്ദങ്ങളുടെ നയതന്ത്ര ബന്ധം ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാന് ജീവജലം നൽകിയിരുന്ന സിന്ധു നദീജല കരാർ റദ്ദാക്കപ്പെട്ടു. അതിർത്തികൾ അടഞ്ഞു, വിസകൾ റദ്ദാക്കപ്പെട്ടു, നയതന്ത്രജ്ഞർ പുറത്താക്കപ്പെട്ടു. ഭീകരവാദികൾക്കും അവർക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കും സങ്കല്പിക്കാവുന്നതിലും അപ്പുറമുള്ള ശിക്ഷ നൽകുമെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. ഇത്തരത്തിൽ ശക്തമായ നടപടികളുമായി ഇന്ത്യ മുന്നോട്ടു പോകുന്നതിനിടെ പാകിസ്ഥാനും ചില നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തങ്ങളുടെ വ്യോമപാത അടയ്ക്കുകയും 1972 ഷിംല കരാർ മരവിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് പാകിസ്ഥാന്റെ പ്രതികരണം. ഇതൊരു അസാധാരണമായ സാഹചര്യമാണ്. ഈ സാഹചര്യം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി എന്താകും? വീണ്ടും ഒരു ഇന്ത്യ പാക് യുദ്ധത്തിലേക്കുള്ള വാതിലാണോ ഇപ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്നത്? പഹൽഗാമിന് പിന്നിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ പ്രമുഖ നയതന്ത്ര വിദഗ്ധൻ ടി.പി. ശ്രീനിവാസനാണ് എനിക്കൊപ്പം ചേരുന്നത്. സ്വാഗതം സാർ. സാർ, ഒരു അസാധാരണമായ സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇന്ത്യയുടെ മണ്ണിൽ ഒരിക്കൽ കൂടി ഭീകരവാദികൾ താണ്ഡവമാടിയിരിക്കുന്നു. നമ്മുടെ വിലപ്പെട്ട 26 ജീവനുകൾ നഷ്ടമായിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഏതൊരു രാജ്യവും ശക്തമായി പ്രതികരിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രതികരണവും ഉടനുണ്ടായിരിക്കുന്നു. ഇന്ത്യ ഇക്കാര്യത്തിൽ സിന്ധു നദീതട കരാർ റദ്ദാക്കിയതടക്കമുള്ള ശക്തമായ നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് സാർ ഇതിനെ വിലയിരുത്തുന്നത്? അത് ഇപ്പോഴത്തെ നടപടികൾ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയാൻ മാത്രമേ കഴിയൂ. കാരണം ഈ സിറ്റുവേഷൻ വളരെ ഗുരുതരമാണ്. ഇത് പ്രതീക്ഷിക്കാത്തതുമാണ്. ഇന്ത്യയുടെ നയം പാകിസ്ഥാനുമായി ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തുകയില്ല, അവർ ഭീകരവാദത്തിൽ ഏർപ്പെടുന്ന കാലത്തോളം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും നരേന്ദ്രമോദി ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഡോക്ടർ മൻമോഹൻ സിംഗ് പലപ്പോഴും അതിൽ നിന്ന് വ്യതിചലിച്ച് ചർച്ചകൾ നടത്തുകയുണ്ടായി, സീസ് ഫയർ എഗ്രിമെൻറ്റുകൾ സ്ഥാപിക്കുകയുണ്ടായി. പക്ഷേ ഈ ഗവൺമെൻറ് വളരെ നിശ്ചയമായി പറയുന്നത് ഭീകരവാദം അവസാനിക്കാതെ നമുക്ക് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് സാർക്ക് വെർച്വലി ഇല്ലാതായിരിക്കുന്നത്. കാരണം ഇന്ത്യ സംബന്ധിച്ചില്ലെങ്കിൽ സാർക്ക് മീറ്റിംഗ് നടക്കാൻ സാധ്യമല്ല. എല്ലാ രാജ്യങ്ങളും സംബന്ധിച്ചെങ്കിൽ മാത്രമേ സാർക്ക് മീറ്റിംഗ് നടക്കൂ. അതുകൊണ്ട് കഴിഞ്ഞ 2 വർഷത്തിൽ കൂടുതലായി ഈ പാൻഡമിക്കിൻ്റെ കാലത്ത് നമ്മൾ വിളിച്ചു കൂട്ടിയ ഒരു യോഗത്തിൽ പാകിസ്ഥാനെ ക്ഷണിച്ചെങ്കിലും അവർ വന്ന് സംസാരിച്ചത് COVID-19 പറ്റിയല്ല, കാശ്മീരിനെ പറ്റിയായി. അതുകൊണ്ട് ആ സമയത്താണ് നമ്മളെല്ലാ തരത്തിലുള്ള ചർച്ചകളും നിർത്തലാക്കിയത്. അവർ പലപ്പോഴും ചർച്ചയ്ക്ക് വരാറുണ്ടെങ്കിലും ഈ ഒരു കണ്ടീഷൻ, ഭീകരവാദം അവസാനിപ്പിക്കുകയില്ലെങ്കിൽ നാം സംസാരിക്കുകയില്ല എന്ന ആ നയത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഈ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് മറ്റൊരു ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത്. അത് വിശേഷിച്ചും ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് ചെയ്തിട്ടാണ് ടൂറിസം സെക്ടറിനെ, അതുപോലെ വിദേശീയർ വരുന്ന സ്ഥലത്ത്, അതുപോലെ ടൂറിസം വളരെയധികം ആക്റ്റീവായിരിക്കുന്ന ഒരു സമയത്ത് ധാരാളം ആളുകൾ ഇന്ത്യയിൽ നിന്ന് എത്രയോ പേരാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ലോകത്ത് പല യുദ്ധങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് താരതമ്യേന സമാധാനപരമായൊരു സ്ഥലം ആണ് ഉദ്ദേശിച്ചാണ് ഇവർ അങ്ങോട്ട് യാത്ര. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലെയും നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഭവം, അതുപോലെ ജീവൻ നഷ്ടപ്പെട്ടതും. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സന്ദർശനം വെട്ടിക്കുറച്ച് ഇന്ത്യയിലേക്ക് വന്നത്. പെട്ടെന്ന് ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് നടത്തുകയും ചില ഇമ്മീഡിയറ്റ് ഡിസിഷൻസ് അനൗൺസ് ചെയ്യുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡിപ്ലോമാറ്റിക് എക്സ്ചേഞ്ചസ് ഇല്ലാതാക്കുക, അതുപോലെ വിസകൾ കൊടുക്കാതെ. കാരണം എന്തുകൊണ്ട് നമ്മൾ ഈ ഭീകരരെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നു? അപ്പോൾ അതൊരു ഓട്ടോമാറ്റിക്കായുള്ള റിയാക്ഷനാണ്. അതുപോലെ പണ്ട് ഈ വലിയ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ പോലും നമ്മൾ ഈ ഇൻഡസ് വാട്ടർ പാക്ട് നമ്മൾ ഒരു തരത്തിലും അതിനെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. കാരണം അത് നമുക്ക് ഉപയോഗപ്രദമാണ്.
പാകിസ്ഥാന്റെ സാധാരണക്കാർക്ക് ജലം കിട്ടാനുള്ള സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അത് നമ്മൾ ഒരിക്കലും ഇതിനെ നിരാകരിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ചെയ്ത ആദ്യം അതാണ്. കാരണം പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കണം എത്രമാത്രമാണ് നമ്മൾ വൈകാരികമായി എതിർക്കുന്നത്. പക്ഷെ ഇതുകൊണ്ട് മാത്രമായില്ല. ഈ ഡിപ്ലോമാറ്റിക് ഗെയിംസ് ഒക്കെ സാധാരണമാണ്. പക്ഷെ അത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്ക് പോകുമ്പോൾ അതുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ലോകത്തിനോട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഇവർക്ക് ഒരു പണിഷ്മെന്റ് നൽകിയേ പറ്റുകയുള്ളൂ. അത് തീർച്ചയായും നൽകുകയും ചെയ്യും. അതിൻ്റെ സമയവും അതിൻ്റെ രീതിയും ഒക്കെ ഗവൺമെന്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മറ്റൊരു അതിശയത്തോടു കൂടിയായിട്ട് നമ്മൾ കേൾക്കുക അടുത്ത സ്റ്റെപ്പാണ്. ഇത് വളരെ സാർ ഇവിടെ ഇപ്പം നമ്മുടെ സിന്ധു നദീജല കരാർ റദ്ദാക്കുക എന്ന ഒരു ശക്തമായ തീരുമാനമാണല്ലോ ഇന്ത്യ എടുത്തിരിക്കുന്നത്. ഈ സിന്ധു നദീജല കരാറിനെ സംബന്ധിച്ചിടത്തോളം അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് ജീവജലം നൽകുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അതിനോട് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ജലയുദ്ധമാണ് എന്ന നിലപാട് പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ ഒരു നടപടിയെ ആഗോളതലത്തിൽ രാജ്യങ്ങൾ എങ്ങനെയായിരിക്കും കാണുക? ഇന്ത്യയുടെ നടപടി ന്യായീകരിക്കപ്പെടുന്നതാകും എന്ന് നമുക്ക് സ്വാഭാവികമായും കരുതാമോ? ഒരു സമാധാനപരമായ റിയാക്ഷൻ എന്നുള്ള നിലയിൽ പൊതുവെ ലോകം ഇത് അംഗീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് മറ്റൊരു ചോയ്സും ഇല്ലാത്ത സമയത്താണ്. യുദ്ധത്തിന് പോകണോ എന്ന് തീരുമാനിക്കുന്നതിനിടയിൽ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ശ്രമിച്ചു നോക്കിയാൽ ഒരുപക്ഷെ യുദ്ധം അവസാനിപ്പിക്കാം എന്ന ഒരു ചിന്തയുള്ളത് കൊണ്ട് ആരും അതിനോട് എതിർപ്പായി പ്രതികരിച്ചു എന്ന് വരും. വിശേഷിച്ചും ഒരു എഗ്രിമെന്റ്, ഇത് ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആണ്, ഇന്ത്യയും പാകിസ്ഥാനും മാത്രം, വേൾഡ് ബാങ്ക് ഒക്കെ ഇൻവോൾവ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആശങ്കകൾ കാണും ലോകം. ഇങ്ങനെയാണ് നമ്മൾ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ജലം നൽകാതിരിക്കുന്നത്. പക്ഷെ അത് യുദ്ധത്തിനേക്കാൾ നല്ലതല്ല, സമാധാനപരമായ ഒരു പ്രൊട്ടസ്റ്റാണ്. അതുകൊണ്ട് അതിനെതിരായി യഥാർത്ഥത്തിൽ ഇതൊരു ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ്. തീർച്ചയായും അതല്ല, ഈ 80 കൊല്ലം അല്ലെങ്കിൽ 60 കൊല്ലമെങ്കിലും നമ്മൾ ഒരു പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഈ കരാറിനെ നമ്മൾ ഒരു തരത്തിലും നിരാകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓരോ തവണയും ഞാൻ അവിടെ ഗവൺമെന്റ് ഉള്ളപ്പോൾ എനിക്കറിയാം ആദ്യം വരുന്ന പ്രപ്പോസൽ ഇതാണ്, നമുക്ക് ഈ എഗ്രിമെന്റ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഡിപ്ലോമാറ്റിക് ആയിട്ട് ചെയ്യാറുള്ളത്. പക്ഷെ ഇത്തവണത്തെ അതിന്റെ ഗുരുതരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഇത് തന്നെ ആദ്യം ശ്രമിച്ചു നോക്കാം എന്ന് ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചതായി. ഇവിടെ അതുപോലെ തന്നെ ഇപ്പം പാകിസ്ഥാൻ പൗരന്മാരുടെ വിസ റദ്ദാക്കിയ നടപടി, അതുപോലെ അതിർത്തികൾ അടച്ച നടപടി, ഇതൊക്കെ രണ്ട് രാജ്യങ്ങളിലെയും സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നം ആയിട്ടാണല്ലോ മുന്നോട്ട് വരിക. അതിനെങ്ങനെയായിരിക്കും ഇന്ത്യ അഡ്രസ്സ് ചെയ്യുക? അത് പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണല്ലോ ഇത് ചെയ്തിരിക്കുന്നത്. ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി എല്ലാ ജനങ്ങളും അതിനെപ്പറ്റി അറിയണം. പാകിസ്ഥാൻ ജനങ്ങൾ വിശേഷിച്ചും അവരുടെ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്, അവരുടെ ഭീകരവാദികൾ എന്താണ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്യുന്നത്. അതൊരു ലൈറ്റായിട്ടുള്ള ഡിസിഷൻ അല്ല. അതേസമയം അതിൽ ബലം പ്രയോഗിക്കാത്ത ഒരു നടപടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ ആരും അതിനെ എതിർത്തിട്ടില്ല. സാധാരണ ഉണ്ടാകുന്നതാണ് ഡിപ്ലോമാറ്റ്സിനെ തിരിച്ചയക്കുക, അല്ലെങ്കിൽ എംബസികൾ പൂട്ടുക, ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണ്, ഡിപ്ലോമാറ്റിക് പ്രാക്ടീസിലുള്ളതാണ്. പക്ഷെ അതുവരെ ഒന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഇനിയത്തെ സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതിലാണ് ലോകം ആശങ്കയോട് കാത്തിരിക്കുന്നത്. അതെന്തായിരിക്കും സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇനി ഇന്ത്യ മുന്നോട്ട് വെക്കാൻ പോകുന്ന ഒരു സ്റ്റെപ്പ് എന്തായിരിക്കും? കാരണം പാകിസ്ഥാനും ചില നടപടികൾ ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഷിംല കരാർ റദ്ദാക്കിയതുൾപ്പെടെ വ്യോമപാതകൾ അടച്ചതുൾപ്പെടെയുള്ള നടപടികൾ പാകിസ്ഥാനും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഒരു യൂസ് ഓഫ് ഫോഴ്സ് ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കും. അതൊരു ലിമിറ്റഡ് ആയിരിക്കും, ഒരു ഓൾ ഔട്ട് യുദ്ധമൊന്നും ആയിരിക്കില്ല. ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അത് ബോംബ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ബോർഡറും ക്ലോസ് ചെയ്യുക, അങ്ങനെ ഇത് മറ്റൊന്നും സംഭവിക്കാതിരിക്കത്തക്കവണ്ണം അതേസമയം തന്നെ കുറച്ച് ബലം ഉപയോഗിച്ച് തന്നെയുള്ള ചില കാര്യങ്ങളായിരിക്കും വരാൻ. അത് ഗവൺമെന്റ് മനഃപൂർവ്വം കണക്കാക്കി എന്തൊക്കെയാണ് നമുക്ക് നഷ്ടം വരാവുക, എന്താണ് അതിന് നേട്ടം വരിക എന്നുള്ള ഒരു ബാലൻസ് എടുത്തിട്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനം. ഇന്ത്യയിൽ പൊതുവെ ഉള്ള ഫീലിംഗ് അതാണ്. ഇതുകൊണ്ടൊന്നും ഈ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊന്നും പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല. അതുകൊണ്ട് ആക്രമണം തന്നെ ആവശ്യമാണെങ്കിൽ അത് ചെയ്യണമെന്നുള്ള ഒരു മൂഡാണ് ഞാനിവിടെ നിന്ന് കാണുന്നത്.
ഇതിനകത്ത് ഇപ്പോൾ പാകിസ്ഥാൻ പ്രഖ്യാപിച്ച 2 നടപടികൾ, ഒന്ന് വ്യോമപാത അടച്ചതും മറ്റൊന്ന് ഷിംല കരാർ റദ്ദാക്കിയതും, ഇത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുന്നതാണോ? സിംല കരാർ റദ്ദാക്കുക എന്ന് പറയുന്നത് ഒരു തമാശയാണെന്ന് പറയാം. കാരണം സിംല കരാർ അവർ ഒരിക്കലും അംഗീകരിച്ചിരുന്നു. നമുക്കറിയാമല്ലോ, ബംഗ്ലാദേശ് യുദ്ധം കഴിഞ്ഞപ്പോൾ 96,000 പാകിസ്ഥാനി സോൾജിയേഴ്സ് നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് സിംല കരാർ സൈൻ ചെയ്തത്. എത്ര ജനറസ് ആയിട്ടാണ്. ബംഗ്ലാദേശ് നമ്മളെ പിടിച്ചെടുത്തൊന്നുമില്ല. നമ്മൾ ഉടനെ തന്നെ ബംഗ്ലാദേശിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ സോൾജിയേഴ്സ് നമുക്കുണ്ടായിട്ടും നമ്മൾ വലിയ ഡിമാൻഡൊന്നും മുന്നോട്ട് വെച്ചു. റീസണബിളായിട്ട് എങ്ങനെയെങ്കിലും ഈ ലൈൻ ഓഫ് കൺട്രോളിനെ ഇന്റർനാഷണൽ ബോർഡർ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ കാശ്മീർ പ്രശ്നം അവസാനിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് പ്രൈം മിനിസ്റ്റർ ഭുട്ടോയും അതിൽ സഹകരിച്ചു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഓഫീസേഴ്സും ഇരുന്ന് ഈ മാപ്പുകളൊക്കെ പഠിച്ചിട്ട് ലൈൻ ഓഫ് കൺട്രോളിനെ ഇന്റർനാഷണൽ ബോർഡർ ആക്കുകയാണെങ്കിൽ എന്തൊക്കെ വ്യത്യാസം വരുത്തണം. കാരണം ഇപ്പോൾ ഈ ലൈൻ ഓഫ് കൺട്രോൾ ഒരു സിംഗിൾ ലൈനാണ്. അങ്ങനെ ബോർഡർ അങ്ങനെ ആകാൻ പാടില്ല. അതിൻ്റെ ഫീച്ചേഴ്സ്, ജോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് അനുസരിച്ച് മാറ്റിയാൽ മാത്രമേ അത് പ്രാക്ടിക്കലാവൂ. ഇങ്ങനെ 1-2 ദിവസം ശ്രമിച്ച് മാപ്പുകളെല്ലാം നോക്കി പിന്നെ ഇന്ന മാറ്റങ്ങൾ വരുത്തിയാൽ ഇന്റർനാഷണൽ ബോർഡർ ആകും എന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടിയുള്ള എഗ്രിമെൻ്റാണ് അവർ തമ്മിൽ ഇനിഷ്യലി ചെയ്തത്. പക്ഷേ പ്രൈം മിനിസ്റ്റർ ഭുട്ടോ അത് പറഞ്ഞത്, ഇത് ഞാനിപ്പോൾ സൈൻ ചെയ്തിട്ട് പോയാൽ പിന്നെ അവരൊരു പക്ഷേ തൂക്കിക്കൊന്നേക്കുമായിരുന്നു, ജനവികാരം എന്ന് പറയുകയും എന്നാൽ അവിടെ പോയി അവരെ സമാധാനിപ്പിച്ചിട്ട് തിരിച്ചു വരിക എന്ന ഒരു കണ്ടീഷൻ കൊടുത്താണ് ഭുട്ടോയെ നമ്മൾ യാത്രയാക്കി. അദ്ദേഹം പോയപ്പോൾ തന്നെ അതിനെ ഗവൺമെന്റ് എതിർത്ത് അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. അപ്പൊ അതോടുകൂടി സിംല എഗ്രിമെന്റ് അവസാനിച്ചു കഴിഞ്ഞു. കാരണം അത് ഒപ്പിട്ട എഗ്രിമെന്റ് അല്ല. അത് വീണ്ടും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സിംല എഗ്രിമെന്റ് ക്യാൻ ബി ബ്രോട്ട് ബാക്ക്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആകാമെന്ന്. മാപ്പുകളൊക്കെ റെഡിയാണ്. അപ്പൊ അതിനൊന്നും അവർ തയ്യാറായിരുന്നില്ല. വീണ്ടും പാകിസ്ഥാൻ ആവർത്തിച്ചിട്ടുള്ള ഒരു കാര്യം സിംല എഗ്രിമെന്റ് ഇല്ല. അപ്പൊ അങ്ങനെ പറയുന്നവർ എങ്ങനെയാണ് സിംല എഗ്രിമെന്റ് നിരാകരിക്കുന്നത്? അത് വെറും ഒരു തമാശയായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാം. യാതൊരു അർത്ഥവും. മറ്റുള്ളതൊക്കെ ശരി, സാധാരണ ചെയ്യുന്നതാണ്. കുട്ടികൾ ഈ അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രയാസപ്പെടുത്തുന്ന തരത്തിലാകുക. ഈ പാകിസ്ഥാന്റെ വ്യോമപാത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിർണായകമാണെന്നാണ് സാർ വിചാരിക്കുന്നത്? എനിക്കത് ക്ലിയർ ആയിട്ട് അറിയില്ല. നമുക്കറിയില്ലല്ലോ സയന്റിഫിക് അറിയാൻ. പക്ഷെ തീർച്ചയായിട്ടും അസൗകര്യങ്ങൾ രണ്ടുപേർക്കും ഉണ്ടാകും. ഇപ്പൊ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള യാത്ര 1-2 മണിക്കൂർ കൂടുതലാകാൻ സാധ്യതയുണ്ടെന്ന്. ഗൾഫിലേക്ക് നമുക്ക് നേരെ പോകാൻ പറ്റും. ഇങ്ങനെ പല പ്രശ്നങ്ങളും എവിടെയൊക്കെയാണ് നമ്മൾ. പ്രൈം മിനിസ്റ്റർ ജദ്ദയിലേക്ക് പോയപ്പോൾ അദ്ദേഹം പാകിസ്ഥാൻ അറ്റ്മോസ്ഫിയറിൽ കൂടെയാണ് പോയത്. തിരിച്ചു വരുമ്പോ മറ്റൊരു വഴിക്ക് വരേണ്ടി വന്നു. അതെ. അപ്പോൾ ഇങ്ങനെയുള്ള അസൗകര്യങ്ങൾ ധാരാളം ഉണ്ടാകും. അത് പക്ഷെ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. അത് ഒരു പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് വേണമെങ്കിൽ കാണാം. പക്ഷെ അതിന് മുമ്പോട്ട് ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്, അതിന് മുമ്പ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നിർണായകമായ. ഇതിൽ ഓർക്കേണ്ടത്, പാകിസ്ഥാൻ ഇത് ചെയ്തത് വെറും ഒരു ഭീകരാക്രമണമായിട്ടാണ്. ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ആക്ഷൻ ആണെന്നാണ്. കാരണം പാകിസ്ഥാൻ ഈസ് ഇൻ ഡീപ് ട്രബിൾ. അവർക്ക് പണമില്ല, ഒരു ഫെയിൽ സ്റ്റേറ്റായി മാറുന്നു. ആർമി വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുകയാണെന്ന് പറയാം. രാഷ്ട്രീയ സിറ്റുവേഷൻ വളരെ മോശമാണ്. ചൈന യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ടുള്ള മത്സരം തുടങ്ങിയപ്പോൾ അവിടെ ഇപ്പോൾ നടക്കുന്ന ഈ ട്രേഡ് വാർ കാരണം കൊണ്ട് ചൈനയിൽ നിന്ന് അധികം സഹായമൊന്നും പാകിസ്ഥാൻ സാധിക്കും. അമേരിക്കയ്ക്ക് പണ്ടായാലും ഡൊണാൾഡ് ട്രംപിന് പണ്ടും പാകിസ്ഥാനോട് താല്പര്യമില്ല. അതുപോലെ നമ്മളും അറബ് രാജ്യങ്ങളുമായിട്ടും നമ്മളും സൗദി അറേബ്യയുമായിട്ടുള്ള അവരെ തീർച്ചയായിട്ടും ഒരവസരം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാന്റെ ഭാവി ഈ പുതിയ ലോകക്രമത്തിൽ എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബിംഗ് ആണ്. കാരണം എന്തുമാത്രം അവർക്ക് നേടാൻ കഴിയും ഇതുകൊണ്ട് ഭീകരവാദം എന്നുള്ള. അപ്പോൾ ഇത് ഭീകരവാദത്തിന്റെ ഉദ്ദേശം നേരത്തെ ഉണ്ടാകുന്നതിനേക്കാളും വ്യത്യസ്തം. പാകിസ്ഥാന്റെ ഭാവി എന്തായി? അതേസമയത്ത് ഇന്ത്യയുടെ പ്രശസ്തി വർദ്ധിക്കുകയാണ്. ലോകത്തുള്ള ഏത് വലിയ രാജ്യം എടുത്താലും ഏത് പ്രശ്നം എടുത്താലും ഇന്ത്യയുടെ അഭിപ്രായം ആരായുന്ന ഒരു കാലഘട്ടം. എല്ലാ പാർട്ടികളോടും ഒരുപോലെ സംസാരിക്കാവുന്ന ഏക ലോക നേതാവായി ശ്രീ മോദി മാറി.
പല പൊസിഷൻസും ഉണ്ടാകും. ഇപ്പൊ ഇന്ത്യയുടെ ഒരു അസാധാരണമായ ഉയർച്ചയും പാകിസ്ഥാന്റെ ഒരു തകർച്ചയും കണ്ടുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം, ഇവർക്കും ഒരു സ്ഥലം സോഫ്റ്റ് പവർ കൊണ്ടോ ഹാർഡ് പവർ കൊണ്ടോ നേടിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ സാധാരണ പോലെ അല്ലാത്ത ചിന്തകൾ ഉണ്ടാകേണ്ടി അതിനനുസരിച്ചുള്ള നടപടികളും. സാർ, ഇവിടെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ അതിർത്തിക്ക് പുറത്തുള്ള ശക്തികളാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയത് എന്ന് ഇന്ത്യ ഉറപ്പിച്ചു പറയുന്നുണ്ട്. നമ്മുടെ മുൻകാല ചില അനുഭവങ്ങൾ അത് ശരിവെക്കുന്നതുമാണ്. പക്ഷെ ഒരു സുപ്രധാനമായ ചോദ്യം പ്രതിപക്ഷ കക്ഷികളടക്കം ഉയർത്തിക്കഴിഞ്ഞു. നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ, ഇന്റലിജൻസ് സംവിധാനങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് ഇത്രയും വലിയൊരു ആക്രമണം ഇന്ത്യയിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അത് എന്തുകൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല? ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നാണ് ആരോപണം. അതിനെ സാർ എങ്ങനെയാണ് കാണുന്നത്? അത് എപ്പോഴെങ്കിലും ഒരു ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സുരക്ഷാ വീഴ്ച തന്നെയല്ലേ. കാരണം നമ്മുടെ നയം എന്ന് പറഞ്ഞാൽ ഭീകരവാദം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ നുഴഞ്ഞു കയറാൻ കഴിയുന്നു, അത് മിലിറ്ററി ഇന്റലിജൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇന്റലിജൻസ് കണക്കാൻ കഴിഞ്ഞില്ല. അതേസമയത്ത് കാശ്മീരിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ പീസ്ഫുൾ ആണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് കഴിയുന്നത്ര സമയമുണ്ടായിരുന്നില്ല ശ്രദ്ധിക്കാൻ എന്നുള്ളതൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല. എന്നാലും ശരിയാണ്, സുരക്ഷാ വീഴ്ച ഉണ്ടായതുകൊണ്ടാണല്ലോ ഇത്രയും പേർ അവിടെ കടന്നു വന്നതും ആളുകളെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ വശത്ത് നിന്ന് ഇന്ത്യയുടെ മിലിറ്ററി സ്ട്രെങ്ത് നോക്കുമ്പോഴും അതിന്റെ ശക്തി, ഇന്റലിജൻസ് ശക്തി നോക്കുമ്പോഴും ഒക്കെ തീർച്ചയായും ഒരു വീഴ്ച തന്നെയാണ്. എവിടെയോ ആർക്കോ കുഴപ്പം പറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെ. ആ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ കേന്ദ്രം മറുപടി പറയേണ്ട ഒരു സാഹചര്യമില്ലേ ഇപ്പോ? തീർച്ചയായിട്ടും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ. ആർക്കും പറയാൻ പറ്റില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതെ പറയുമ്പോൾ നമ്മൾ കുറ്റം പറയുന്ന ഒരുപക്ഷെ ശരിയായ വശത്തേക്കായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഇന്റേണൽ എക്സാമിനേഷൻ നടക്കുകയായിരിക്കും. ഒരു പുറത്തു പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ മനസ്സിലായി കാണും എവിടെയാണ് എപ്പോഴേ സംഭവിച്ചത്. ഇതൊരു നോർമൽ പ്രക്രിയ തന്നെയാണ്. കാരണം അതിനകത്ത് ഗുരുതരമായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ അതിർത്തി കടന്ന് പഹൽഗാമിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നേരെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമല്ലല്ലോ പഹൽഗാം. അപ്പോൾ വലിയൊരു സന്നാഹം അതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടാകും. അത് ഇന്റലിജൻസ് സംവിധാനങ്ങൾ കണ്ടില്ല എന്ന് പറയുന്നത് ഒരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. അതെ, സംശയമൊന്നുമില്ല. ഗവൺമെന്റ് ഷുഡ് ബി അഷെയിംഡ് ഓഫ് ഇറ്റ്. സാർ, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചില വിവാദങ്ങളുണ്ട്. അതൊരു കമ്മ്യൂണൽ ഡിവൈഡിനുള്ള ശ്രമമാണ് എന്ന രീതിയിൽ പലപ്പോഴും ആരോപണങ്ങൾ ഉയർന്നു വരാറുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ പഹൽഗാമിൻ്റെ കാര്യത്തിലായാൽ പോലും അത്തരം ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു. ഇതൊരു കമ്മ്യൂണൽ ഡിവൈഡിനുള്ള ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന സംശയങ്ങൾ നിലനിൽക്കുന്നു എന്ന്. ആ ചോദ്യത്തെ എങ്ങനെയാണ് നേരിടുന്നത്? ചോദ്യം തന്നെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം അതൊരു കമ്മ്യൂണലായി മാറിയിരിക്കുന്നു. അത് ആദ്യം മുതൽ ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയോട് ചേർന്നപ്പോൾ തന്നെ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണല്ലോ അവർ പ്രവർത്തിച്ചത്. അപ്പൊ അതുകൊണ്ട് അവിടെ മെജോറിറ്റി ഉള്ളത് ഏത് മതമാണെന്നും അവർക്ക് പ്രത്യേക അവകാശങ്ങൾ വേണ്ടി വേണമെന്നും അതുപോലെ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു, അത് വികസിപ്പിക്കണം, അല്ലെങ്കിൽ കൂടുതൽ സ്ഥലം ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുക്കണം. ഇതെല്ലാം ഒരു കമ്മ്യൂണൽ ബേസിസ് തന്നെയാണ്. അവിടെ ആളുകളെ കൊന്നതുപോലും ചോദിച്ചിട്ടാണ്, നിങ്ങൾ ഏത് മതമാണെന്ന് ചോദിച്ചിട്ടാണ് വെടിവെച്ചതെന്നാണ് പറയുന്നത്. അല്ല, അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ തന്നെയാണ് സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഏത് മതമാണ് എന്ന് ചോദിച്ച് വെടിവെക്കുന്ന അത്തരത്തിലൊരു ബാഹ്യ ശക്തികൾക്ക് ഇതിനകത്തൊരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പം ഈ കമ്മ്യൂണൽ ഡിവൈഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ, അതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിന്ന് ശ്രദ്ധ വിട്ടിരിക്കാനുള്ള ശ്രമം, അത്തരത്തിലൊക്കെ പലപ്പോഴും ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്, അത്തരം വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അത്തരം സാധ്യതകൾ സംശയിക്കേണ്ടതില്ലേ ഇതിന് പിന്നിൽ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം അത് നമ്മുടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഒബ്ജക്റ്റീവ് ഒരു സമാധാനപരമായ ഒരു പാകിസ്ഥാനെ നിലനിർത്തുക എന്നുള്ളത്. യുണൈറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് പാകിസ്ഥാൻ ഇസ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നുണ്ട്. ഈ ഗവൺമെന്റും അതിന് മുമ്പുള്ള ഗവൺമെന്റ് അതിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് പാകിസ്ഥാനെ അടിച്ചമർത്തണമെന്നോ ഇല്ലാതാക്കണമെന്നോ ആരാഗ്രഹം. കാരണം അതുണ്ടായാൽ തന്നെയും പിന്നെയും കൂടുതൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ കമ്മ്യൂണൽ
ഡിഫറൻസ് ഉണ്ടെന്നുള്ള കാര്യം മനഃപൂർവ്വം ശ്രദ്ധിച്ചുകൊണ്ട് അതില്ലാതെ വരാനുള്ള എല്ലാവർക്കും വികസനം എന്നുള്ള ഒരു നയത്തോടു കൂടി നമ്മൾ നീങ്ങുന്നത് തന്നെ ഈ കമ്മ്യൂണിസത്തിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്, അത് എൻകറേജ് ചെയ്യാൻ വേണ്ടിയല്ല. അപ്പൊ അതുകൊണ്ട് മനഃപൂർവ്വം ആരെങ്കിലും തെറ്റിദ്ധരിച്ച് എന്തെങ്കിലും ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ പറ്റിയതെന്ന് പറഞ്ഞാൽ ഒരു വീഴ്ച, സുരക്ഷാ വീഴ്ച തീർച്ചയായും ഉണ്ടായി. ഇവരെങ്ങനെ വന്നു അതൊക്കെ ഇനി പഠിച്ചു കഴിയുമ്പോൾ നമുക്കറിയാമായിരിക്കും. ഇപ്പോഴും നമ്മൾ ഇയാളോടും പണ്ട് ബോംബെ ആക്രമണത്തിന് ആക്രമികളെ ഒക്കെ ഇപ്പോഴും നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കാൻ ഇതെന്താണ്, എങ്ങനെയാണ് സംഭവിച്ചത്. അതിൽ വ്യക്തതയില്ല. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ 1000 വെട്ടുകളോട് അവസാനിപ്പിക്കണം എന്നൊക്കെ അല്ലേ അവരുടെ പരിപാടി. അപ്പൊ അങ്ങനെയുള്ള പരിപാടി ഉള്ളപ്പോൾ അത് തീർച്ചയായിട്ടും ആ രാജ്യത്തു നിന്ന് വരുന്നത് തന്നെയാണ്, നമ്മുടെ രാജ്യത്തു നിന്ന് ഉണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഇപ്പം കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കാശ്മീരിൽ സമാധാനമാണ്, അവിടെ പ്രശ്നങ്ങളില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ടുള്ള ഡാറ്റകൾ പരിശോധിച്ചാൽ അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. പക്ഷേ തീവ്രവാദികൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, അവർ കൂടുതൽ ശക്തി ആവാഹിക്കുകയായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വലിയ ആക്രമണമാണ് പഹൽഗാമിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് കൊണ്ട് കാശ്മീർ ശാന്തമായി എന്ന് പറയുന്ന വാദം ഇനിയും നിലനിൽക്കുമെന്ന് കരുതാനാവുമോ? അത് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതും 370 ബന്ധമുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. കാരണം അതിവരെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്യൂ അല്ലല്ലോ. ഇത് നമ്മുടെ ഒരു ഇന്റേണൽ ഇഷ്യൂ ആണ്. നമ്മുടെ രാജ്യക്കാരെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എല്ലാ സ്റ്റേറ്റുകളിലും ഉള്ളവരെ ഒരുപോലെ ട്രീറ്റ് ചെയ്യേണ്ടതല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 370 വാസ് എ ടെമ്പററി മെഷർ. അത് 80 കൊല്ലമാവുന്ന എങ്ങനെയാണ് ഒരു ടെമ്പററി മെഷർ? അപ്പൊ അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു അല്ലെങ്കിൽ ഇല്ലാതാക്കി എന്നുള്ളത് തീർച്ചയായും ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ. അത് പൊതുവെ ജനറലി അക്സെപ്റ്റബിളുമാണ്. കാരണം അത് ഡിസ്ക്രിമിനേറ്ററി ആയിരുന്നു. ഇന്ത്യയിലെ ചില ആളുകൾക്ക് കാശ്മീരിൽ പോകാൻ സാധ്യമല്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഫ്രീഡം ഇല്ല. ഇതൊക്കെയാണ് 370 ഉണ്ടാക്കി വെച്ചത്. അതൊരു കാലഘട്ടത്തിൽ കുറച്ചു നാളത്തേക്ക് വേണ്ടിയുള്ള ഒരു നിയമമായിരുന്നു. അതൊരിക്കലും പെർമനന്റ് നിയമമാകാൻ സാധ്യമല്ല. അത് പല ഗവൺമെന്റും സോഫ്റ്റായിട്ട് മാറ്റി വെച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഈ ഗവൺമെന്റ് അത് തീരുമാനമെടുത്തു. അതിന് എതിരുണ്ടായിരുന്നെങ്കിൽ പോലും അതിപ്പോൾ അംഗീകരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്ര നാളുണ്ടായിരുന്ന സമാധാനം ഒരുപക്ഷെ അതിനോട് ബന്ധപ്പെട്ടാകാമെന്ന് വരും. അതേ കാരണം കൊണ്ട് തന്നെ ഭീകരവാദികൾ കൂടുതൽ അവരുടെ ആക്രമണങ്ങൾ കിട്ടാനും വർദ്ധിപ്പിക്കുവാനും ഒക്കെയുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. വീണ്ടും അതൊരു ടിറ്റാറ്റിലേക്ക് പോയിരിക്കാം, ഇപ്പോട്ടാറ്റിലേക്ക് പോയി. അപ്പൊ അതുകൊണ്ട് ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് അതിനെപ്പറ്റി ബന്ധപ്പെടുത്താൻ പറ്റും. പക്ഷെ ഒരുപക്ഷെ 370 പോയതിലുള്ള ദുഃഖമുള്ളവരായിരിക്കാം ഇത്, അവരെ പാകിസ്ഥാൻ സഹായിച്ചതായിരിക്കാം എന്നൊക്കെ സാധ്യതകളുണ്ട്. ഈ കാശ്മീർ നമ്മുടെ ഒരു രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരവാദം നടക്കുന്ന കേന്ദ്രങ്ങളിൽ ഒന്ന് കാശ്മീർ തന്നെയാണ്, അതിനകത്ത് സംശയമില്ല. കാശ്മീരിനെ ഒരു ഭീകരമുക്തമാക്കാൻ എന്താണ് നമുക്കിനി ചെയ്യാൻ കഴിയുക? താങ്കളൊരു നയതന്ത്ര വിദഗ്ധനാണ്, ആ നിലയിൽ താങ്കൾക്ക് എന്തെങ്കിലും സജഷൻസ് ഇതിനകത്ത് മുന്നോട്ട് വെക്കാനുണ്ടോ? ഇല്ല, നമ്മൾ പലപ്പോഴും ഒരു എഗ്രിമെന്റിനോട് നമ്മൾ ഓൾമോസ്റ്റ് എത്തിയതല്ലേ. ആഗ്രയിലെ കാര്യം ആലോചിച്ചു. ആഗ്രയിൽ വെച്ച് ഒരു എഗ്രിമെന്റിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. അതിനുള്ള ചില ഫോർമുലകൾ ഞങ്ങൾ ഇങ്ങനെ പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഞങ്ങൾ ഇന്ത്യയും പാകിസ്ഥാൻകാരും നമ്മൾ എന്ത് കാരണത്തിൽ മീറ്റ് ചെയ്താലും നമ്മൾ അന്യോന്യം ചോദിക്കുന്നത് എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുകയല്ല ഞങ്ങൾ ചെയ്യാറ്. അപ്പോഴെല്ലാം ഉയർന്നു വന്ന ഒരു കാര്യം ഈ ആഗ്രയിൽ ശ്രമിച്ച ഒരു കാര്യമാണ്. കാരണം ഈ ബോർഡറിൽ എന്തെങ്കിലും മാറ്റം വരുത്താതെ തന്നെ രണ്ട് രാജ്യങ്ങളിലുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അന്യോന്യം പോകാനുള്ള സഹകരണം ഉണ്ടാക്കുക, അങ്ങനെ ഒരു സോഫ്റ്റ് ബോർഡറായി മാറ്റി തീർക്കുക എന്നുള്ളത് ഒരു പോളിസി ആക്കണം എന്നാണ് പലരുടെയും അഭിപ്രായം. അതിന് സപ്പോർട്ട് ഇന്ത്യയിലുമുണ്ട്, പാകിസ്ഥാൻ. പക്ഷെ അവിടെയും ഭയം വന്നത് അവസാനം ആഗ്ര എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചതിനുള്ള കാരണം അതിനോടുള്ള റിയാക്ഷൻ ഈ ഭീകരവാദികളുടേത്, അത് നമുക്ക് നല്ല സൗകര്യമായിരിക്കും, ഇനിയിപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇന്ത്യയോട് ചെയ്യാമെന്നുള്ള ഒരു റിയാക്ഷനാണ് അവിടുന്ന് വന്നത് എന്ന് കണ്ടതുകൊണ്ടാണ് അവസാനത്തെ മിനിറ്റ് ശ്രീ വാജ്പേയി സൈൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ കുറച്ച്, അതേപോലെ അദ്ദേഹം ലഹോറിലേക്ക് പോയത്, അപ്പോൾ ഉടനെ വേറൊരു പ്രശ്നമുണ്ടായി. അപ്പോൾ അങ്ങനെ ഈ ഇതിലൊക്കെ ഗുഡ് വില്ലോടുകൂടി മുന്നോട്ട് നീങ്ങേണ്ടതാണ് എൻ്റെ രാജ്യം. പക്ഷെ അത് പാകിസ്ഥാന്റെ കാലത്ത് അത് കാണാത്തത് അവര് ഒരു ഡെമോക്രാറ്റിക് രാജ്യമല്ല,
അവര് ഒരു എന്താണ് മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പാണ് ഏത് ഗവൺമെന്റ് വന്നാലും. അപ്പോൾ അതുകൊണ്ടാണ് ഏത് പ്രൈം മിനിസ്റ്റർ വന്നാലും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ മെച്ചപ്പെടാത്തത് എന്തുകൊണ്ട്? കാരണം അവിടെ ആർമിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആർമിയുടെ തീരുമാനമില്ലാതെ ഒരിക്കലും അവർക്കൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി. ഇത് രാജ്യത്തിന്റെ ആർമിയല്ല, ആർമിയുടെ രാജ്യം എന്നാണല്ലോ പാകിസ്ഥാനെ. അപ്പോൾ അതുകൊണ്ട് ഈ പല സ്റ്റെപ്പുകളും നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ട്. കുറേയൊക്കെ സഹകരണം പാകിസ്ഥാനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ പരിഹരിക്കാനുള്ള ഒരു വക്കിലാണ് നമ്മളെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും പാകിസ്ഥാൻ പ്രതിനിധികളോട് സംസാരിക്കുമ്പോഴും അവരുമായിട്ട് ചർച്ച ചെയ്യുമ്പോഴും ഇത് സോൾവ് ചെയ്യാവുന്നതാണ് എന്നൊരു വിശ്വാസമാണ് സംഭവം. പക്ഷെ ആ സോൾവ് ചെയ്യുന്നത് ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണെങ്കിൽ അത് കുറെ കൂടെ സഫലമായി. പക്ഷെ അതല്ലാതെ അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യും. ഏത് പ്രൈം മിനിസ്റ്റർ വന്നാലും അവരുടെ നയങ്ങൾ മാറുന്നില്ല എന്നുള്ളത് ഈ ആർമിയുടെ ശക്തമായ നേതൃത്വം. അപ്പോൾ തന്നെ ഇമ്രാൻഖാനെ പോലെയുള്ള ഒരു വ്യക്തി ഒരുപക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള അത്രയും സുഹൃത്തുക്കൾ ഇന്ത്യയിലൊരിടത്തും ഉണ്ടായിട്ടില്ലല്ലോ. അതുപോലെ അടൽ ബിഹാരി വാജ്പേയി, അദ്ദേഹത്തിനാണ് ശരിക്കും ഒരു കൺസെഷൻ പാകിസ്ഥാന് കൊടുക്കാനുള്ള കഴിവുള്ള വ്യക്തിയായി. മറ്റുള്ളവരെ പോലെ അല്ല. അദ്ദേഹം പാർട്ടി ഇതിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം സമാധാനത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറാകുക. കാലത്ത് പറയാനുണ്ടായിരുന്നു, ഇദ്ദേഹം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വേറെ ആർക്കും ഇത് ചെയ്യാൻ കഴിയും. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ബസ്സിൽ കയറി ലാഹോറിൽ പോയത്. എന്നിട്ട് നമ്മൾ കാർഗിൽ വന്ന് അവസാനിച്ചത് വീണ്ടും പഴയ ചരിത്രം. അപ്പോൾ രണ്ടു വശത്തു നിന്നും ഗുഡ്വിൽ വേണം. ഭീകരരുടെ ഇൻഫ്ലുവൻസ് കുറയണം, ആർമിയുടെ ഇൻഫ്ലുവൻസ് കുറയണം. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഇനവിറ്റബിൾ ഒരു കോൺഫ്ലിക്റ്റ് ആവശ്യമില്ലാത്ത ഒരു കാര്യം. നമുക്ക് അന്യോന്യം സഹകരിച്ച നല്ലൊരു ക്രിക്കറ്റ് ടീമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ അത്രയ്ക്കുള്ള കാര്യങ്ങൾ നമുക്ക് വളരെയധികം താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരിക്കലും പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയറിൽ, വിശേഷിച്ച് ഇപ്പോഴത്തെ ഇന്റർനാഷണൽ അറ്റ്മോസ്ഫിയർ, അവർക്ക് അതിനുള്ള ശക്തിയോ ധൈര്യമോ മനസ്ഥിതിയോ ഉണ്ടാവുകയില്ല എന്നാണ് ഈ ഭീകരാക്രമണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു നല്ല രീതിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മുന്നോട്ട് പോകുന്നതിന് യഥാർത്ഥത്തിൽ തടസ്സമായി നിൽക്കുന്നത് എന്താണ്? അത് ഭീകരവാദമാണോ, അല്ലെങ്കിൽ കാശ്മീർ പ്രശ്നമാണോ, അല്ലെങ്കിൽ ഒരു പരസ്പര വിശ്വാസത്തിന്റെ കുറവാണോ? എന്താണ് ഇതിന്റെ ഒരു കോർ ഇഷ്യൂ? ഓൾ ഓഫ് ദി അബവ് എന്നല്ലേ പറയുന്നത്. ഇതെല്ലാം ഇഷ്യൂസാണ്. കോർ ഇഷ്യൂ എന്തായാലും കോർ ഇഷ്യൂ കാശ്മീർ ആണെന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ നമ്മൾ പറയുന്നത് കോർ ഇഷ്യൂ ലാക്ക് ഓഫ് ട്രസ്റ്റ് ആണ്, ലാക്ക് ഓഫ് സെൻസ് ഓഫ് ഓർഡർ ആണ്. നമ്മൾ രണ്ടും പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു മിക്സ് ഓഫ് ഓൾ ദിസ്. അപ്പോൾ അതിങ്ങനെ കുറേശ്ശെ ഇപ്പം നമ്മൾ ലൈൻ ഓഫ് കൺട്രോളിൽ വെടിനിർത്തൽ നടന്നിട്ട് കുറേ നാളായി. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. അതുപോലെ നമ്മുടെ എക്സ്ചേഞ്ചസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. UN നമ്മൾ സഹകരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ പലതും നടക്കുന്നുണ്ട്. പലരും ഇന്ത്യ പാകിസ്ഥാനെ കാണുന്നത് ഒരു ടെമ്പററി കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇവർ ബ്രദേഴ്സ് ആണല്ലോ എന്നുള്ള രീതിയിലാണ് ലോകം നമ്മൾ കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ അതിശയമാണ് എന്തുകൊണ്ടാണ് ഇത് മാറാതെ നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ ഇന്ത്യയുടെ ഭാഗം എന്നുള്ളത് നിരീക്ഷയില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിവിശേഷത്തിൽ അവർ പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്താലും ഇന്ത്യക്കാരൊന്നും ചെയ്യില്ല, അതുകൊണ്ട് ഭീകരവാദം മാത്രം. പക്ഷേ അഗ്രയിലെ പോലെ നമ്മൾ അതിന് വളരെ അടുത്ത് വന്നതാണല്ലോ. അപ്പോൾ ഇനിയും ശ്രമിച്ചാൽ, നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ശ്രമിച്ചാൽ ഒരു പക്ഷേ ഇത് വീണ്ടും നേടിയെടുക്കാൻ കഴിയുമേ. ലോകത്തിലുള്ള പല പ്രശ്നങ്ങളും ചിലപ്പോൾ ഒരു യുദ്ധത്തിലായിരിക്കും അവസാനിക്കുന്ന സമാധാനത്തിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ എല്ലാ ഓപ്ഷൻസും ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒബ്ജക്റ്റീവ് ഈസ് ടു ഹാവ് എ പീസ്ഫുൾ ആൻഡ് ഫ്രണ്ട്ലി. ഇവിടെ പഹൽഗാമിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരെ നടപടി പ്രഖ്യാപിക്കുന്നു, പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയും ചില നടപടികൾ പ്രഖ്യാപിക്കുന്നു. ഇത് മനസ്സിലാക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉള്ള ഒരു നയതന്ത്ര ബന്ധമെന്ന് പറയുന്നത് ഒരു നേർത്ത രേഖ തന്നെയാണ്. ആ നേർത്ത രേഖ പോലും ഇല്ലാതാവുന്ന ഒരു സാഹചര്യം, സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്തായിരിക്കും? ഇത് അവസാനിക്കുക ഒരു യുദ്ധത്തിലാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക അതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കാർഗിലിന് ശേഷം വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകാനുള്ള അരങ്ങൊരുങ്ങുകയാണോ എന്നൊരു ചോദ്യം ജനങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. അതിനുള്ളൊരു സാധ്യത എത്രത്തോളം ഉണ്ട്? അത് കുറവാണ്. നമ്മളിപ്പോൾ തന്നെ ഏതെങ്കിലും സ്ട്രാറ്റജിക് സ്ട്രൈക്കോ എന്തെങ്കിലും നടത്തിയെങ്കിൽ പോലും
അതൊരു യുദ്ധത്തിലേക്ക് പോകുന്ന ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ലോകത്തിൽ ഇപ്പോൾ ആവശ്യത്തിനധികം യുദ്ധമുണ്ട്. 59 യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഇനി ഒന്നും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാൻ ആർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു യഥാർത്ഥ യുദ്ധത്തിലുണ്ട്. അതുപോലെ രണ്ടാമത്തെ കാര്യം നമ്മുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളതാണ്. ഇന്ത്യ നോൺ ഫസ്റ്റ് യൂസിൽ വിശ്വസിക്കുന്നു. നമ്മളൊരിക്കലും നമ്മുടെ ന്യൂക്ലിയർ വെപ്പൺസ് മറ്റു രാജ്യങ്ങൾക്ക് എതിരായിട്ട് ഉപയോഗിക്കുകയില്ല. ആദ്യമായി തിരിച്ചടിക്കാൻ വേണ്ട മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ. പാകിസ്ഥാൻ അങ്ങനെ പറയുന്നില്ല. അവർ പറയുന്നത് അവരുടെ ആർമിയെ ശക്തിപ്പെടുത്താൻ, അവരുടെ മൾട്ടിപ്ലൈ ചെയ്യാൻ, അവരുടെ കഴിവ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു കാര്യം അവർക്ക് നേരെ ഉള്ള യുദ്ധത്തിൽ ഉപയോഗിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ് അവർ ന്യൂക്ലിയർ വെപ്പൺസ് സമാഹരിച്ചത് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നതില്ല. നമ്മളതൊരു നമ്മുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുന്നു ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും. പക്ഷേ ഇങ്ങോട്ട് വന്നാൽ അത് തിരിച്ചടിക്കേണ്ടി വരും എന്നുള്ളതാണ് ഡോക്ടറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് വലിയ യുദ്ധത്തിലേക്ക് പോകരുതെന്നുള്ള മറ്റു രാജ്യങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ്. ഈ രണ്ട് രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളതുകൊണ്ട് പാകിസ്ഥാൻ ഒരുപക്ഷെ അത് ഉപയോഗിച്ചേക്കാം. അപ്പോൾ പിന്നെ നിവൃത്തിയില്ലല്ലോ. റിയാക്ഷനിൽ ഇന്ത്യക്കും ലോകത്തെ മുഴുവൻ അവസാനിപ്പിക്കുന്ന തരത്തിലായിക്കൂടും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വലിയ യുദ്ധത്തിലേക്ക് പോകുന്നതിന് മറ്റുള്ളവരാരും നമ്മളെ പ്രേരിപ്പിക്കുകയില്ല, അത് അംഗീകരിക്കുകയുമില്ല. അപ്പോൾ എന്തെങ്കിലും അതായത് ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാക്കാൻ ഇന്ത്യ ഒരിക്കലും ശ്രമിക്കില്ല എന്ന് പറയാമല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ പണിഷ് ചെയ്യുക എന്നുള്ള ഒരു പോളിസിയെ അദ്ദേഹം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആരാണ് ഇതിന് തെറ്റുക? അവരെ കണ്ടുപിടിച്ച്, അത് ബാലാക്കോട്ട് ആക്രമണം പോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കാം, അതുപോലെ എന്തെങ്കിലും ആകാം, ഏത് ഓപ്ഷനും ആകാം, അറിയില്ല. പക്ഷേ ഈ യൂസ് ഓഫ് ഫോഴ്സ് ഉപയോഗിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇവിടെ ഇപ്പോൾ ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യയുടെ വിദേശകാര്യ നയങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉതകുന്നതാണോ, അല്ലെങ്കിൽ ഇന്ത്യ കുറച്ചുകൂടി വിദേശകാര്യ നയത്തിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്തേണ്ടതുണ്ട് എന്ന് സൂചന നൽകുന്നുണ്ടോ ഈ സംഭവ വികാസങ്ങൾ? ഇല്ലല്ലോ. നമ്മൾ പൊതുവെ എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധത്തിലാണല്ലോ. ഈ ഭയങ്കര വലിയ കോൺഫ്ലിക്റ്റുകളൊക്കെ നടക്കുമ്പോൾ ഇന്ത്യയുടെ ആശയങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ആളുകളുണ്ട്. നമ്മളുടെ ഉപദേശങ്ങൾ അവരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കാരണം കൊണ്ട് മറ്റ് വിദേശ രാജ്യങ്ങളുമായുള്ള നയത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ അത് നമ്മൾ സെക്യൂരിറ്റി കൗൺസിലിലും നമ്മൾ പ്രവർത്തിച്ചതുപോലെയാണ്. ആൻറ്റി ടെററിസം ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്നു ഇന്ത്യ 2 വർഷം. അപ്പോഴെല്ലാം നമ്മൾ മറ്റുള്ള രാജ്യങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് ഇത് ഈ ഗ്ലോബലായിട്ടുള്ള ഒരു പ്രശ്നമാണ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും മാത്രം പ്രശ്നം. അതുകൊണ്ട് ടെററിസത്തിനെതിരായിട്ട് എല്ലാവരും പ്രവർത്തിക്കും. 9/11 കഴിഞ്ഞപ്പോൾ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. ഞാനന്ന് ഗവൺമെൻറ്റിലുള്ളപ്പോഴാണ് ആദ്യമായിട്ട് എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കി ഒരു കൺവെൻഷൻ എഗൻസ്റ്റ് ടെററിസം വേണം. അത് എത്രയോ വർഷം 1972 മുതൽ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നതാണ്. ആൻറ്റി ടെററിസത്തിൽ നമ്മൾ രണ്ടുപേരും സഹകരിക്കും രാജ്യങ്ങൾ. പക്ഷെ ഇതുവരെ അത് ഒപ്പിടാൻ കഴിഞ്ഞില്ല. 9/11 കഴിഞ്ഞ ഉടനെ പെട്ടെന്നൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു, ഇത് സൈൻ ചെയ്യണം. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാളിൻ്റെ ടെററിസ്റ്റ് മറ്റൊരാളിൻ്റെ ഫ്രീഡം ഫൈറ്ററാണ് എന്നുള്ള തിയറിയും കൊണ്ട് ചില രാജ്യങ്ങൾ മുന്നോട്ട് വന്നു. അതുകൊണ്ടാണ് ഇന്നും അത് ഒപ്പിടാതിരിക്കുന്നത്. 30 വർഷം ടെററിസത്തിനെതിരായി യുദ്ധം ചെയ്തിട്ട് താലിബാനെ പിടിച്ച് സിംഹാസനത്തിലേറ്റിയിട്ടാണല്ലോ അമേരിക്ക. 30 കൊല്ലം മുമ്പ് താലിബാനെ മാറ്റിയതും അത് കഴിഞ്ഞ് 30 കൊല്ലം കൊണ്ട് അവരെ കസേരയിൽ എത്തിയതും അമേരിക്ക തന്നെയല്ലേ. അപ്പോൾ ആൻറ്റി ടെററിസത്തിന് നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് എന്താണ് തീർച്ചയായും പൂർണ്ണമാകുന്നില്ല. അപ്പോൾ ടെററിസം പലയിടത്തും ഉണ്ടാകുന്നുണ്ടല്ലോ. അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ വളരെയധികം ശ്രദ്ധയോടുകൂടി ടെററിസം ഉണ്ട്. അതിപ്പോഴും ഒരു വലിയ പ്രശ്നമായി തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നയത്തിൽ ആ കാര്യത്തിൽ നയവ്യത്യാസമൊന്നും ഇതൊരു ബൈലാറ്ററൽ കോണ്ടെക്സ്റ്റിലാണ്. ഒരൊറ്റ കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അപ്പം അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയങ്ങളെയൊക്കെ നോക്കിക്കാണുന്നുണ്ട്. വിവിധ രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. ഇവിടെ UN എടുക്കുന്ന നിലപാട്, US എടുക്കുന്ന നിലപാട്, നമ്മുടെ അയൽരാജ്യമായ ചൈന എടുക്കുന്ന നിലപാട്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തെ എങ്ങനെയായിരിക്കും അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അത് ഇന്ത്യക്ക് എത്രത്തോളം ഗുണകരമായിട്ടുള്ള ഒന്നാകും എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ടെററിസത്തിനെതിരായിട്ട് എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആരും ടെററിസത്തിനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. പക്ഷേ ഒരു ചോദ്യം അവർ ഉയർത്തുന്നത് കാശ്മീരിലെ ജനങ്ങൾ സ്വതന്ത്രരല്ല എന്നുള്ള ഒരു ആർഗ്യുമെൻ്റാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് അത് മാറാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഭീകരവാദം അവസാനിപ്പിച്ചാൽ ഉടൻ തന്നെ ചർച്ചകൾക്ക് നമ്മൾ തയ്യാറാണെന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭീകരവാദത്തിൽ പാകിസ്ഥാൻ കണ്ടിന്യൂ ചെയ്തിടത്തോളം കാലം നമ്മൾ അവരോട് ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യം. യുദ്ധവും സമാധാനവും രണ്ടും കൊണ്ട് നടക്കില്ല. ഒന്നിൽ യുദ്ധമാകാം, അല്ലെങ്കിൽ സമാധാനമാകാം എന്നാണ് ഇന്ത്യയുടെ നയം. അതിനെ ലോകം അംഗീകരിക്കുന്നുമുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഒരു ഇന്റർനാഷണൽ എഫേർട്ട് അഗൻസ്റ്റ് ടെററിസം വിൽ ഓൺലി ബി ഹെൽപ്ഫുൾ ടു അസ്. അപ്പോൾ അതൊക്കെ വിരോധമില്ല. പക്ഷെ അത് അവരത്രയ്ക്ക് ചെയ്യുന്നില്ല. കാരണം അവർക്കെല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവരവരുടെ നാടുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭീകരവാദം ഒരിക്കലും പാടില്ല, അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമരത്ത് എന്നുള്ള പേരിൽ യുദ്ധം ചെയ്യുന്നത് അവസാനിക്കണം എന്നൊക്കെയുള്ള പ്രിൻസിപ്പിൾസ് പല രാജ്യങ്ങളും അംഗീകരിക്കുന്നു. ടെററിസത്തെ പറ്റി ഒരു ഡെഫിനിഷൻ പോലും ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു കോംപ്രിഹെൻസീവ് ടെററിസം ഒരു കൺവെൻഷൻ ഉണ്ടാകാൻ കഴിയാത്തത് ഈ കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഇതൊരു പാകിസ്ഥാൻ ഇന്ത്യ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു അവർ. പക്ഷെ 9/11 ശേഷം അത് മാറി. അതെവിടെയും ആർക്കും സംഭവിക്കാവുന്നതാണ് കണ്ടത്. ആന്റി ടെററിസം ആക്ടിവിറ്റീസ് വളരെയധികം വർദ്ധിക്കുന്നു. പക്ഷെ എന്നാലും ഇന്ത്യ പാകിസ്ഥാന്റെ കാര്യത്തിൽ അതൊരു ബയലാറ്ററൽ ഇഷ്യൂ ആയി തുടരും. അപ്പോൾ അത് ഇല്ലാതായെങ്കിൽ മാത്രമേ നമുക്ക് ചർച്ചകൾ കഴിയുകയുള്ളൂ. അത് അവരുടെ പോളിസി, ടെററിസം ക്രോസ് ടെററിസമാണ് ബോർഡറിലുള്ള ആണ് അവരുടെ നയം ഇന്ത്യയോടുള്ളത്. ഇങ്ങനെ ഇന്ത്യയെ നശിപ്പിക്കുക അല്ലെങ്കിൽ വീക്കാക്കുക എന്നുള്ളതാണ് അവരുടെ പോളിസി. അത് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ചർച്ചകൾ ഉണ്ടാകൂ. ചൈന ഈ സാഹചര്യം മുതലെടുക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധങ്ങൾ അത്ര ഊഷ്മളമായിട്ടൊന്നുമില്ല. പക്ഷെ ചൈന ട്രഡീഷണൽ ആയിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കോറിഡോർ ഉണ്ട്, ധാരാളം പണം അവരോട് ചെലവാക്കുന്നുണ്ട്. അപ്പം പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറയുന്നത് ചൈന തന്നെയാണ്. പക്ഷെ ചൈനയും അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഒരുപക്ഷെ ഇക്കാര്യത്തിൽ, പാകിസ്ഥാന്റെ കാര്യത്തിൽ അവർ രണ്ടുപേരും ഒരു സമവായത്തിലെത്തിയാൽ ഈ പ്രശ്നം ഉണ്ടാവുകയില്ല. ചൈന ആവശ്യമില്ലാതെ പാകിസ്ഥാനെ പ്രോപ്പർട്ട് ചെയ്യില്ല എന്ന്. അപ്പോൾ അതൊരു പ്രോസസ്സാണ്. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ കാലക്രമം മാറുന്നതനുസരിച്ച് പല കാര്യങ്ങളും മാറേണ്ടതായിട്ടുണ്ട്. അത് മാറുക തന്നെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇന്ത്യക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് തോന്നുന്നതും കൂടെയാണ് പാകിസ്ഥാന്റെ പ്രശ്നം. അപ്പോൾ സമയമായി ഇന്ത്യയെ ഒന്ന് അടിച്ച് താഴ്ത്താനുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടായി കാണുമായിരിക്കും എന്ന് ഞാൻ എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ വേറൊരു പ്രൊവക്കേഷനും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മൾ ഇതിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സമാധാനത്തോടു കൂടി ആയിരിക്കുമെന്ന് നമ്മളെല്ലാം താല്പര്യമില്ലാത്തതാണ്. ആർക്കും ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കേണ്ടത്. ഓക്കെ സാർ, വളരെ നന്ദി. ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ചർച്ചയിൽ വീണ്ടും കാണാം. waytonikah.com, the exclusive Muslim matrimonial site.